അച്ഛന്മാരെ നൊമാഡിക് ട്രാവലറുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരുടെയും ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ നമ്മുടെ യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഡൽഹിയിൽ നിന്നും കശ്മീർ വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, അതും ട്രെയിനിൽ നിന്ന്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്കിനി കേരളത്തിൽ നിന്ന് കശ്മീർ വരെ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും. അതെങ്ങനെയല്ലേ? ഈ 2025 മെയ് മുതൽ നമ്മുടെ വന്ദേ ഭാരത് ജമ്മു തവിയിൽ നിന്നും ശ്രീനഗറിലേക്ക് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനഗറിൽ നിന്നും ജമ്മു തവിയിലേക്ക് തിരിച്ചും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്മേ ട്രിപ്പ്, IRCTC, ഇക്സിഗോ എന്ന് പറയുന്ന സൈറ്റുകളിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇനി സെർച്ച് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, ഞാൻ ഇപ്പം തന്നെ സെർച്ച് ചെയ്തിട്ടുള്ള സൈഡിൽ ഒരു വീഡിയോ ക്ലിപ്പിനായി ഇപ്പൊ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു പുതിയ ട്രെയിനിന്റെ ടൈമിങ്ങും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്, സീറ്റിന് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, അത് ഏതൊക്കെ സമയങ്ങളിലാണ് ട്രെയിൻ ഉള്ളത് എന്നാണ് വിശദീകരിച്ച് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കാശ്മീർ യാത്ര പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും, അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ഒരു ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു ട്രെയിൻ യാത്രയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് നിന്ന് നമ്മൾ വരുന്നതാണെങ്കിലും നമുക്ക് ട്രെയിൻ മാർഗത്തിൽ തന്നെ ശ്രീനഗറിൽ വന്നിട്ട് ഇറങ്ങാൻ പറ്റുന്നതായിരിക്കും. അതായത് കശ്മീർ വരെ നമുക്ക് ട്രെയിനിൽ സഞ്ചരിക്കാൻ പറ്റും. വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കശ്മീർ യാത്ര ചെയ്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മളെല്ലാവരും പേടിക്കുന്ന ആ ഒരു മണ്ണിടിച്ചിലും കാര്യങ്ങളും, ലാൻഡ് സ്ലൈഡും, കുറച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മഞ്ഞ് വീഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ജമ്മു ടു ശ്രീനഗർ ഹൈവേയിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ നമുക്കിനി പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അതായത് 8 മണിക്കൂർ 7 മണിക്കൂർ അഥവാ മണ്ണിടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ജമ്മുവിൽ നിൽക്കേണ്ട അവസ്ഥ, അതായത് ബസ്സിൽ തന്നെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ, 8, 10, 12 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യേണ്ട ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഈ ഒരു ട്രെയിൻ വരുന്നതോടുകൂടി ഇല്ലാണ്ടാവുകയാണ്. മാത്രമല്ല ലോകത്തന്നെ അത്ഭുതമായി മാറിക്കൊണ്ട് ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽപാത ഇന്ത്യക്കാർക്ക് സ്വന്തമായിരിക്കുകയാണ്. ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ആദ്യമായിട്ട് കേബിളിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽപാതയും ഈ ഒരു ട്രെയിൻ റൂട്ടിലാണ് വരുന്നത്. അതായത് അഞ്ചിക്കാട് റിയാസി എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ ഒരു റെയിൽപാത വരുന്നത്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് 271 കിലോമീറ്റർ ആണ് ഈ ഒരു ട്രെയിൻ ജേണി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നിലവിൽ 4 സ്റ്റേഷനിലേക്ക് കൂടി മാത്രമാണ് ഈ ഒരു വന്ദേ ഭാരത് ഓടുന്നത്. ജമ്മു, അതായത് വൈഷ്ണോ ദേവി മഹാ കട്ര, പിന്നെ വരുന്നതാണ് ബനിഹാല്, പിന്നെ നേരെ ശ്രീനഗറിൽ എത്താൻ പറ്റിയ ഒരു 4 സ്റ്റേഷനിൽ മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ ഒരു ട്രെയിനിലേക്ക് കൂടി യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച, പീർ പാഞ്ചൽ എന്ന് പറയുന്ന ഒരു മലയൊക്കെ തുറന്നുകൊണ്ടാണ്. ഏകദേശം 33 ടണലിലെ കൂടിയും അതുപോലെ തന്നെ 900ഓളം പാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഈ ഒരു ട്രെയിൻ ജേണിയിൽ നമുക്ക് ഇന്ത്യൻ റെയിൽവേ പുറത്തു വിട്ടിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കണം, അത്രയും മനോഹരമായിരിക്കും ഈ ഒരു ട്രെയിൻ യാത്ര. ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും ദൂരം കൂടിയ ടണല് പീർപാഞ്ചൽ ടണല് വരുന്നതും ഈ ഒരു കശ്മീരിലുള്ള ട്രെയിനിന്റെ ടണലും അതായത് റോഡിന്റെയും ഈ ഒരു കശ്മീരിലാണുള്ളത്. അതും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും മഞ്ഞിലെ കൂടിയും. അതായത് ഈ ഒരു ചെനാബ് ബ്രിഡ്ജ് തന്നെ ഭയങ്കര അത്ഭുതമാണ്. നമ്മുടെ ലോകാത്ഭുതങ്ങൾ എന്ന് പറയുന്ന പാരീസിലുള്ള ഈഫിൽ ടവറിനെക്കാട്ടി ഹൈറ്റിലാണ് ഈ ഒരു ചെനാബ് ബ്രിഡ്ജ് ഉള്ളത്. മാത്രമല്ല -20 ഡിഗ്രി പോകുന്നുണ്ടെങ്കിലും, ഏറ്റവും കൊടും കാറ്റാണെങ്കിലും, അതായത് ഏറ്റവും ചൂടുള്ള കണ്ടീഷൻ ആണെങ്കിലും, എല്ലാ കാലാവസ്ഥയും മഞ്ഞുവീഴ്ച, അതിശക്തമായ മഞ്ഞുവീഴ്ചനൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെയാണ് ഈ ഒരു പാലൊക്കെ നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ഒരു വേറെ ലെവൽ യാത്രയായിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ ഉറപ്പിക്കാണ്ട് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു 2025 മെയ് മാസം മുതൽ 2 വന്ദേ ഭാരതാണ് നമ്മുടെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കും ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കും യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ആ ഒരു 2 ട്രെയിനിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റത്തെ ട്രെയിൻ നോക്കാം. ട്രെയിൻ നമ്പർ 26401. എല്ലാ ദിവസവും, അതായത് ചൊവ്വാഴ്ച ഒഴികെ, ഇവിടെ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് 26401. എല്ലാ ദിവസവും ചൊവ്വാഴ്ച മാത്രം ആ ട്രെയിന് ഓടുന്നില്ല. 2641 ജമ്മു തവിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 6:20 സ്റ്റാർട്ട് ചെയ്തിട്ട് ശ്രീനഗറിൽ ആ ദിവസം തന്നെ 11:10 എത്തുന്ന ട്രെയിനാണ് ഫസ്റ്റത്തെ ട്രെയിന് വന്ദേ ഭാരത്. അപ്പോൾ ആ ട്രെയിൻ ഏകദേശം 4 മണിക്കൂറും 50 മിനിറ്റ് ആണ് നമ്മുടെ ശ്രീനഗറിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുള്ളത്. സാധാരണ നോർമലി നമ്മുടെ ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് വരാൻ വേണ്ടിയിട്ട് 250 കിലോമീറ്റർ ആണ് ഉള്ളത്. ആ ഒരു 250 കിലോമീറ്റർ ചില സമയം 8 മണിക്കൂർ, ചില സമയത്ത് ഈ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവുന്ന റോഡും കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 10 മണിക്കൂറും, ചില സമയത്ത് ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ ആ ഒരു യാത്രയിൽ പെട്ടുപോകുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട്. പക്ഷെങ്കിൽ അതിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്രയിലേക്ക് കൂടി പോകാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ട്രെയിൻ ഇതാ
4 സ്റ്റേഷനാണ് ഉള്ളത്. 4 സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന സ്റ്റേഷൻ സ്റ്റാർട്ടിങ് ജമ്മു ആണ്. ജമ്മുവിൽ നിന്നും കട്രയിലേക്ക് പോകും. കട്രയിൽ 8:10 എത്തുന്നത് ആ ഒരു ട്രെയിന്. പിന്നെ കട്രയിൽ നിന്നും ബനിഹാലാണ് വരുന്നത് മൂന്നാമത്തെ സ്റ്റേഷൻ. അവിടെ 9:58 രാവിലെ എത്തും. പിന്നെ 9:58 ബനിഹാൽ നിന്നും വിട്ടിട്ട് രാവിലെ തന്നെ ശ്രീനഗറിൽ 11:10 എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ശ്രീനഗറിൽ ആ ദിവസം എത്തിക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ദിവസം തന്നെ ടൂറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സാധാരണ വൈകുന്നേരം എത്തേണ്ടത് ശരിക്കും ഉച്ചക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ ശ്രീനഗറിൽ എത്താൻ പറ്റി. പിന്നെ അടുത്തത് നോക്കേണ്ടത് ആ ഒരു ട്രെയിനിൽ AC കോച്ച് മാത്രമേ ഉള്ളൂ വന്ദേ ഭാരതിൽ. അതും ചെയർ കാർ മാത്രമാണ്. ഇരുന്നിട്ട് യാത്ര ചെയ്യുന്ന സൗകര്യമാണ് ഉള്ളത്. ആ ഒരു ചെയർ കാറിന് AC വരുന്നത് 715 രൂപയാണ്. പിന്നെ വരുന്ന കോച്ചാണ് എക്സിക്യൂട്ടീവ് കോച്ച്. എക്സിക്യൂട്ടീവ് ചെയർ കാറിന് വരുന്നത് 1320 രൂപയാണ്. ഇപ്പൊ നിലവിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നിലവിൽ ജമ്മുവിൽ നിന്നല്ല കട്രയിൽ നിന്നാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ജമ്മുവിലുള്ള റെയിൽവേ സ്റ്റേഷന്റെ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് 6:20 ജമ്മുവിൽ നിന്ന് തുടങ്ങുകയുള്ളൂ. ഇപ്പൊ നിലവിൽ കട്രയിൽ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫസ്റ്റത്തെ ട്രെയിൻ 26,401 നിങ്ങൾ ഇക്സിഗോയിലും IRCTCയിലും മൈ ട്രിപ്പിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോ SDVK ശ്രീമാതാ വൈഷ്ണോ ദേവി കട്ര സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. 8:10 തുടങ്ങിയത് 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ശ്രീനഗറിൽ എത്തിച്ചേരാൻ പറ്റി സെയിം ഡേ തന്നെ. അടുത്ത രണ്ടാമത്തെ ട്രെയിൻ വരുന്നതാണ് ട്രെയിൻ നമ്പർ 26,403. ജമ്മുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു ട്രെയിൻ ജമ്മുവിൽ നിന്നും 1:20 ഉച്ചക്ക് എടുത്തിട്ട് ആ ഒരു ട്രെയിന് വൈകുന്നേരം സന്ധ്യക്ക് ആ ദിവസം തന്നെ ശ്രീനഗറിൽ 6 മണിക്ക് എത്തിച്ചേരുന്നതാണ്. 4 മണിക്കൂറും 50 മിനിറ്റ് 45 മിനിറ്റ് ആണ് ആ ഒരു ട്രെയിന് വരാനുള്ള സമയം എടുക്കുന്നത്. പക്ഷെങ്കിൽ നിലവിൽ ഇപ്പൊ ജമ്മുവിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഉടനടി തന്നെ ജമ്മുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു IRCTCയിലും ഇക്സിഗോയിലൊക്കെ അത് കാണിക്കുന്നതായിരിക്കും. ഇപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ SDVK അതായത് ശ്രീ വൈഷ്ണോദേവി മഹാ കട്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ടുള്ളത്. കട്രയിൽ വെച്ചിട്ടാണ് നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ 2:55 മുമ്പായിട്ട് സ്റ്റേഷനിൽ എത്തുക. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ 2:55 തുടങ്ങിയ യാത്ര ഉച്ചക്ക് 2:55 തുടങ്ങിയിട്ട് ആ ട്രെയിന് 6 മണി സെയിം ഡേ തന്നെ നമുക്ക് ശ്രീനഗറിൽ എത്താൻ പറ്റി. ആ ഒരു ട്രെയിൻ വരുന്നത് AC ചെയർ കാറിനാണെങ്കിൽ 660 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിനാണെങ്കിൽ 1270 രൂപയാണ് വരുന്നത്. ഇത് രണ്ടും ഇപ്പൊ ഞാൻ റേറ്റ് എഴുതിയിട്ടുള്ളത് കട്രയിൽ നിന്നും ശ്രീനഗർ വരെയുള്ള റേറ്റ് ആണ്. പക്ഷേങ്കിൽ ഇതിപ്പോ ജമ്മുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ 1050 രൂപ കൂടുകയുള്ളൂ. അപ്പൊ നോർമലി നിങ്ങൾക്ക് ഏകദേശം റേറ്റിനെ കുറിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ട്രെയിൻ രണ്ടാമത്തെ ട്രെയിൻ 26,403 ഉള്ളത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും മാത്രമാണ് ഈ ഒരു ട്രെയിൻ ഓടുന്നുള്ളൂ. ആ കറക്റ്റ് ഡേ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അടുത്ത ട്രെയിൻ നോക്കുന്നത് ഇനി നമ്മൾ ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്കുള്ള ട്രെയിനെ പറ്റിയിട്ടാണ് ഇപ്പം പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രീനഗറിൽ നിന്നും ട്രെയിൻ നമ്പർ 26,402 ഈ ഒരു ട്രെയിൻ തന്നെയാണ് വന്നിട്ട് റിട്ടേൺ പോകുന്നത്. 26,402 ശ്രീനഗറിൽ നിന്നും ഉച്ചക്ക് 2 മണിക്ക് എടുക്കുന്ന ഈ ഒരു ട്രെയിന് 4 സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ജമ്മുവിൽ എത്തുന്നത് സെയിം ഡേ 6:50 വൈകുന്നേരം സെയിം ഡേ 6:50 എത്തും. അതായത് 2 മണിക്ക് വിട്ട ട്രെയിന് ബനിഹാല് 3:10 എത്തും. ബനിഹാലിന് 3:10 വിടുന്ന ട്രെയിന് കട്രയില് 5:05 എത്തും. 5:05 വിട്ട് കഴിഞ്ഞാൽ ജമ്മുവില് 6:50 എത്തും സെയിം ഡേ. ഏകദേശം അതേ ടൈം തന്നെ എടുക്കുന്നുണ്ട്. കട്ര വരെ 3 മണിക്കൂറും കട്രയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ 4 മണിക്കൂറും 50 മിനിറ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളെ 26,401 ട്രെയിനാണ് ഈ ഒരു 26,402 റിട്ടേൺ ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്ക് വന്നത്. ആ ട്രെയിൻ എല്ലാ ദിവസവും ഓടും. അതായത് ചൊവ്വാഴ്ച ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു ട്രെയിൻ ശ്രീനഗറിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ജമ്മുവിലേക്ക് ഓടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ട്രെയിനിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്ക് ചെയർ കാർ AC ആണെങ്കിൽ ജമ്മുവിലേക്കല്ല, ഇപ്പൊ കട്ര വരെയാണ് ഉള്ളത്. അപ്പൊ ഈ ജമ്മുവിന്റെ റെയിലിന്റെ പണിയൊക്കെ കഴിഞ്ഞ സ്പോട്ടിൽ ജമ്മുവിലേക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പൊ കട്രയിലേക്ക് വരുന്നത് AC ചെയർ കാറിന് 880 രൂപയാണ്. ഇനി എക്സിക്യൂട്ടീവ് ചെയർ കാർ എടുത്തിട്ട് പോകുന്നതാണെങ്കിൽ അതിന് 1515 രൂപയാണ്. നോർമൽ റേറ്റ് ആണ്, സീനൊന്നുമില്ല. പിന്നെ അടുത്ത ട്രെയിനാണ് വരുന്നത് ട്രെയിൻ നമ്പർ 26,404. അതായത് ഈ ട്രെയിൻ വന്നിട്ട് റിട്ടേൺ പോകുന്നതാണ് കേട്ടോ. 26,403 ജമ്മുവിൽ നിന്ന് ഉച്ചക്ക് വന്നിട്ട് പിറ്റേ ദിവസം റിട്ടേൺ പോകുന്നതാണ് ഇത്. ശ്രീനഗറിൽ നിന്നും പോകുന്നത് രാവിലെ 8 മണിക്കാണ് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ജമ്മുവിൽ എത്തുന്നത് ഉച്ചക്ക് 12:40 നമുക്ക് എത്താൻ പറ്റും. സാധാരണ നമ്മൾ ശ്രീനഗറിൽ നിന്ന് 8 മണിക്ക് ഓടിയാണെങ്കിൽ വൈകുന്നേരം 7 മണി 6 മണിക്കെല്ലാം എത്തല്. സാധാരണ 7 മണിക്കൂർ 8 മണിക്കൂർ എടുക്കും.
അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ജമ്മുവിൽ എത്താൻ പറ്റും. ശ്രീനഗറിൽ നിന്ന് 8 മണിക്ക് വിട്ടിട്ട് ബനിഹാലിൽ ആ ട്രെയിന് 9 മണിക്ക് എത്തും. ബനിഹാലിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ കട്രയില് 11:05 ഇപ്പൊ കട്ര വരെയാണുള്ളത്. ജമ്മുവിലേക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ആ ഒരു ഡീറ്റെയിൽ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വേറൊരു വീഡിയോ കൂടി ഞാൻ ആക്കിയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ കട്രയിന്ന് 11:05 വിട്ട് കഴിഞ്ഞാല് ജമ്മുവിൽ എത്തുന്നത് 12:40. അത്ര എളുപ്പത്തിലെത്തി. ആ ഒരു ട്രെയിനാണ് കൊടുത്തിട്ടുള്ളത് 26,404. എല്ലാ ദിവസവും ഓടുന്നുണ്ട് ആ ഒരു ട്രെയിന്. ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്ക് എല്ലാ ദിവസവും ഓടുന്നുണ്ട്. അതായത് ബുധനാഴ്ചയും ഞായറാഴ്ചയും ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസവും ഈ 26,404 എന്ന് പറയുന്ന ട്രെയിൻ ഓടുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇത്രയാണ് ഇപ്പൊ നിലവിലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ റെയിൽവേന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുറത്തുവിട്ടിട്ടുള്ളത്. ഇനി ഇതിലും കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ ഞാൻ എന്റെ പേജിൽ ഇടുന്നതായിരിക്കും. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇനി നിങ്ങൾ കാശ്മീരിലേക്ക് വരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പാക്കേജും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നൊമാഡിക് ട്രാവലർ എന്ന് പറയുന്ന പേജിലേക്ക് കൂടി നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാശ്മീരിലേക്ക് വരാൻ പോകുന്ന സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ ഇൻഫോർമേറ്റീവ് വീഡിയോസിൽ കാണുന്നത് വരേക്കും goodbye.